ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വൈറ്റ് സിമൻറ്റും കുറച്ച് കാർഡ്ബോർഡും കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡിൽ അതിൻ്റെ അളവ് വരച്ചിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ മൊത്തത്തിലുള്ള നീളം, അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് സൈസ് കൂടുതൽ, വലിപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിസൈഡിൽ 2 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ കോർണറിൽ നിന്നും അടിയിലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് 2 സെൻറ്റിമീറ്ററിലോട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു 2 വലിയ പീസ് വേണം. എന്നിട്ട് അതിൻ്റെ അടിസൈഡിലും മോൾ സൈഡിലും 4 സെൻറ്റിമീറ്റർ വീതം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി ബാക്കി 10 സെൻറ്റിമീറ്ററിൻ്റെ പൊക്കവും നീളവുമുള്ള 2 പീസും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസൈഡിലും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മുകളിലത്തെ കോണിൽ നിന്ന് അടിയിലത്തെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്ന അവിടത്തേക്ക് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞ അങ്ങനത്തെ 2 പീസ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചെറിയൊരു അകത്ത് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ മറ്റൊരു കാർഡ്ബോർഡ് വരച്ചെടുത്തിട്ട് അതിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഫെവിക്കോളോ പശയോ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ വെട്ടിയെടുത്ത 4 പീസും നല്ലവണ്ണം ഒട്ടിച്ച് ചേർക്കുക. അപ്പോൾ 4 സൈഡും ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിസൈഡിൽ കറക്റ്റ് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വയ്ക്കുക. അടിസൈഡിൽ മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിനെയും മാസ്കിംഗ് ടേപ്പ് കൊണ്ട് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. അടുത്തായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് ലെയർ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ കറക്കിയെടുക്കുക. കറക്കിയെടുത്ത് എല്ലാ സൈഡിലും വൈറ്റ് സിമൻറ്റ് പറ്റുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ആകുമ്പോൾ ഒരുപാട് ലൂസിന് നമ്മൾ ഒഴിക്കേണ്ട, നല്ല ഒരു മീഡിയം കട്ടിക്ക് നമുക്ക് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്താൽ അത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ട് അടുത്ത സെക്കൻഡ് ലെയറും കൂടെ ഒഴിക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറും ഇതേ കണക്ക് തന്നെ ഒഴിച്ച് നല്ലവണ്ണം കറക്കിയെടുക്കുക. അപ്പോൾ ഇതേ കണക്ക് മൊത്തത്തിൽ ഒരു 8 തവണയെങ്കിലും നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. ഉണങ്ങുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കിയെടുക്കാൻ നേരത്ത് നമുക്ക് വേണ്ട ഒരു കനം കിട്ടും. ഏകദേശം ഒരു 4 ഇഞ്ച് കനമൊക്കെ മതിയാകും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ഗ്യാപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഇറുക്കലിൻ്റെ പീസ് എന്തെങ്കിലും ഒടിച്ച് ചേർത്ത് വയ്ക്കുക. ഒന്ന് ഉണങ്ങിയിട്ട് ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു 8 തവണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 8 തവണ ഒഴിച്ചതാണ്. പിറ്റേ ദിവസം നമുക്കതിൻ്റെ പേപ്പറെല്ലാം എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കുക. ഒരു 1/2 ഇഞ്ച് കനത്തിനുള്ള തെർമോക്കോളിൻ്റെ പീസാണ്. അത് നമ്മുടെ പോട്ടിനെ കാട്ടി ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിൽ 4 സൈഡും 1 ഇഞ്ച് വലിപ്പം കൂടുതൽ വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തുനിന്ന് വെളിയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് മാർക്ക് ചെയ്ത് സൈഡും കൂടെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക. എന്നിട്ട് നമ്മൾ പോട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റാതെ വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ബോർഡറിന് വേണ്ടി അടി സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പോട്ടിൻ്റെ അടിയിലുള്ള 2 ചെറിയ കാലും കൂടെ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അതിനുവേണ്ടി 1/2 ഇഞ്ചിൻ്റെ തെർമോക്കോളി തന്നെ നടുക്ക് നമുക്ക് വേണ്ട കാലിൻ്റെ വലിപ്പത്തിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്തും കൂടെ ഒഴിച്ച് മൊത്തത്തിൽ ഒരു 2 ദിവസം കഴിയാൻ നേരത്ത് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് എംബൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല വെള്ളത്തിൽ മുക്കി വെച്ചിട്ടോ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടോ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ഇടാൻ വെള്ളം ഉപയോഗിക്കണമെന്നില്ല. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നോർമലായിട്ടും നമുക്ക് പേപ്പർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഉപയോഗിച്ചാണ് പേപ്പർ ചെയ്യുന്നതെങ്കിൽ കയ്യിൽ
ഗ്ലൗസ് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൈയുടെ വിരലൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഡിസൈന് വേണ്ടി ചെറിയ കുത്തുകളും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അക സൈഡിൽ വേണ്ട, വെളി സൈഡിൽ മാത്രം. അപ്പോൾ അത് മൊത്തത്തിൽ ചുറ്റാതെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ആ ഫ്രണ്ട് സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പം റെഡും ബ്രൗണും യെല്ലോയും ഈ 3 കളറും കൂടെ ചെറിയ അളവിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കളറെല്ലാം കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിക്കാൻ നേരത്ത് നമ്മുടെ പോട്ട് കാണാൻ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.